റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റും അതേപോലെ ലയബിലിറ്റീസും റീവാല്യൂ ചെയ്ത് അതിൽ ആ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. On admission or retirement of a partner, assets and liabilities are to be revalued, and the result, profit or loss, should be transferred to old partners in their old profit sharing ratio. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്തോ അതല്ല എങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒരാൾ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന സമയത്തോ ആ സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റികളും റീവാല്യൂ ചെയ്യേണ്ടതുണ്ട്. റീവാല്യൂ ചെയ്യുക, പുനർമൂല്യനിർണ്ണയം നടത്തുക. അതിൻ്റെ ബുക്ക് വാല്യൂവും കറണ്ട് വാല്യൂവും അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവും തട്ടിച്ച് നോക്കി നേരത്തെയുള്ള വാല്യൂവിനേക്കാളും കൂടുതലായിട്ടുണ്ടോ കുറവായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫോർത്ത് ഈസ് എ റീവാലുവേഷൻ അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഈ ഒരു ആവശ്യത്തിനു വേണ്ടി അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും ബുക്ക് വാല്യൂവും കറണ്ട് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവും തട്ടിച്ച് നോക്കി ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് ആ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് പാർട്ണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണിത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോലെ ഉള്ള ഒരു അക്കൗണ്ടാണിത്. ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസും എല്ലാ ലോസും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകവും ഗെയിനുമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണിത്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റം എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറഞ്ഞ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടായിക്കഴിഞ്ഞാൽ ആ കുറഞ്ഞ എമൗണ്ട് എത്രയാണോ ആ കുറഞ്ഞ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂകൾ വേണം. ഒന്ന് ബുക്ക് വാല്യൂ, രണ്ട് മാർക്കറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ സ്ഥാപനം പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുന്ന സമയത്ത് ആ അസറ്റ് അക്വയർ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് അതിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് ഉണ്ടാകുക. കാലങ്ങളായി അതിൻ്റെ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള വാല്യൂ നമുക്ക് കറണ്ട് ഇയറിൽ നമുക്ക് ലഭിക്കും. യഥാർത്ഥ ആ അസറ്റ് നിലവിൽ മാർക്കറ്റ് വാല്യൂ ഒരു പക്ഷേ ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ആ കൂടുതലുള്ള എമൗണ്ടും അതേപോലെ കുറഞ്ഞ എമൗണ്ടും നമ്മൾ ഈ ഒരു റീവാലുവേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ഒരു അസറ്റ് നമുക്കറിയാം ഒരു 10 വർഷം മുന്നേ തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പ് ഫേമാണ്. ആ പാർട്ണർഷിപ്പ് ഫേം ആ സമയത്ത് ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 2020 അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് വർഷമാണോ ആ വർഷമാകുമ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂ 1 ലക്ഷത്തിൽ നിന്നും 1,30,000 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂവിൽ നമുക്ക് ഗെയിനാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന വർധനവ് 30,000 രൂപ നമ്മൾ ഈ ഒരു റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി 1 ലക്ഷം രൂപ വരെയുള്ള അസറ്റിൻ്റെ വാല്യൂ 90,000 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് 10,000 നമ്മളിവിടെ കാണിക്കേണ്ടത് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്രയാണോ വാല്യൂ ആ വാല്യൂ അല്ല കാണിക്കുന്നത്, ബുക്ക് വാല്യൂവും കറണ്ട് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റിവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അസറ്റിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ട് മാത്രം നമ്മളിവിടെ കാണിക്കും, ഈ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ഏതെങ്കിലും അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ വില മാത്രം നമ്മൾ എന്ത് ചെയ്യും റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോഫിറ്റാണ്. നേരത്തെ 1 ലക്ഷം രൂപ വിലയുള്ള അസറ്റ് 1,30,000 രൂപയായി. അപ്പം 30,000 രൂപ നമുക്കൊരു പ്രോഫിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇനി ഒരു അസറ്റ് ഒരു ലാബിലിറ്റി നേരത്തെ നമ്മളൊരു 50,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ 50,000 രൂപ ഇപ്പോൾ എന്തായിട്ട് കുറഞ്ഞു, 40,000 രൂപയായിട്ട് കുറഞ്ഞു. അല്ലെങ്കിൽ അയാൾ പറയും എനിക്ക് 50,000 രൂപ വേണ്ട, 40,000 രൂപ മതി എന്ന് പറയുമ്പോൾ
നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ 10,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളിവിടെ കാണിക്കും. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലാബിലിറ്റിയേക്കാളും കൂടുതലാണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ട എമൗണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എത്രയാണോ കൂടുതലുള്ള എമൗണ്ട് ആ കൂടുതൽ എമൗണ്ട് നമ്മളിവിടെ കാണിക്കും. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടായിക്കഴിഞ്ഞാൽ ആ കുറഞ്ഞ വാല്യൂ നമ്മൾ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ലാബിലിറ്റിയുടെ വാല്യൂവിൽ കൂടുതൽ വർധനവുണ്ടായിക്കഴിഞ്ഞാൽ എത്രയാണോ വർദ്ധിക്കുന്നത് ആ എമൗണ്ട് മാത്രം, മുഴുവൻ എമൗണ്ടും അല്ല, വർദ്ധിക്കുന്നതും കുറയുന്നതുമായിട്ടുള്ള എമൗണ്ടുകൾ മാത്രമേ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ. ഇനി അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ റെക്കോർഡിൽ, അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു ലാബിലിറ്റി നേരത്തെ ഇല്ല. പക്ഷേ കറണ്ട് നമുക്ക് എന്തുണ്ട്, ആ ഒരു ലാബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് 2 വാല്യൂ നമുക്ക് തരും. ഒന്ന് ബുക്ക് വാല്യൂ, അതായത് പ്രീവിയസ് വാല്യൂ, നമ്മളത് വാങ്ങിയിട്ടുള്ള അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ മുന്നേയുള്ള വാല്യൂ. രണ്ടാമത്തത് കറണ്ട് വാല്യൂ. അപ്പോൾ ഈ 2 വാല്യൂവും തട്ടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെ വാല്യൂവിൽ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ അങ്ങനെ ഒരു ലാബിലിറ്റി ഇല്ല, പക്ഷേ ഇപ്പോൾ എന്തുണ്ട്, ആ ലാബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ആ ലാബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ആ ലാബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതാണ്. അപ്പോൾ അൺറെക്കോർഡ് ലാബിലിറ്റി നമുക്ക് പുതിയതായിട്ട് ഒരു ലാബിലിറ്റി ഉണ്ടാവുകയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലാബിലിറ്റി വർദ്ധിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ 0 ആയിട്ടുള്ള ഒരു ലാബിലിറ്റി ഇപ്പോൾ എത്രയാണോ 1,000 അല്ലെങ്കിൽ 2,000 എന്ന് പറയുമ്പോൾ ആ എമൗണ്ടിലേക്ക് ലാബിലിറ്റി വർദ്ധിച്ചു. അപ്പോൾ അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി അതേപോലെ അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ അങ്ങനെ ഒരു അസറ്റ് നമ്മുടെ റെക്കോർഡിലില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല, 0 ആണ്. പക്ഷേ കറണ്ട് നമുക്ക് എന്തുണ്ട്, നമുക്കൊരു അസറ്റ് ഉണ്ട്. ആ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 10,000 രൂപ കിട്ടും. അങ്ങനെയാകുമ്പോൾ നേരത്തെ ഇല്ലാത്തൊരു അസറ്റ് നമുക്ക് പുതിയതായിട്ട് ഉണ്ടായി വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോഫിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അസറ്റിൻ്റെ എമൗണ്ടിൽ ഉണ്ടായിട്ടുള്ള കുറവ്, അതേപോലെ ലാബിലിറ്റി ഉണ്ടായിട്ടുള്ള വർധനവ്, അതേപോലെ അസറ്റിൻ്റെ വാല്യൂവിലുണ്ടായ വർധനവ്, അതേപോലെ ലാബിലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറവ്, അൺറെക്കോർഡഡ് അസറ്റ്, അൺറെക്കോർഡ് ലാബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഭാഗത്തുള്ളത് ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ടാണ് കൂടുതലുള്ളതെങ്കിൽ അതിനർത്ഥം നമുക്കറിയാം ഇൻകാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഗെയിനാണ് കൂടുതലുള്ളത്, നേട്ടമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ് കൂടുതലുള്ളത്. ഇനി ഡെബിറ്റ് സൈഡിലാണ് കൂടുതലുള്ളതെങ്കിൽ എന്തായിരിക്കും, അത് ലോസ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ കിട്ടുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കൂടുതലുള്ളത്, എമൗണ്ട് കൂടുതലുള്ളത് എങ്കിൽ നമുക്കറിയാം അത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ആ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ പ്രോഫിറ്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലോസ് സൈഡാണ് കൂടുതലുള്ളത്, എക്സ്പെൻഡിച്ചർ സൈഡാണ് കൂടുതലുള്ളത്, ഇൻകം സൈഡ് കുറവാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുക നമുക്കിവിടെയാണ് കിട്ടുക, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് കിട്ടുക. അത് റീവാലുവേഷൻ ലോസ് ആണ്. ആ റീവാലുവേഷൻ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് എത്രയാണോ ആ ഇൻക്രീസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, വർദ്ധിച്ചിട്ടുള്ള എമൗണ്ട് മാത്രം. ദെൻ എമൗണ്ട് ഓഫ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റിയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള വാല്യൂവിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് മാത്രം. അതേപോലെ അൺറെക്കോർഡ് അസറ്റ് നമ്മുടെ റെക്കോർഡിലില്ല, പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു അസറ്റാണ്. അങ്ങനെ ആകുമ്പോൾ ആ അസറ്റ് നമ്മളിവിടെ കാണിക്കും. അതേപോലെ എമൗണ്ട് ഓഫ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടായിട്ടുള്ള ഡിക്രീസ്. അതേപോലെ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി, ആ ഇൻക്രീസ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അതേപോലെ അൺറെക്കോർഡ് ലാബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ
ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ ലോസ് കൂടുതലുള്ളത് കാരണമായിരിക്കും. അപ്പോൾ റീവാലുവേഷൻ ലോസാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്ന എമൗണ്ട്. അതേ അവസരത്തിൽ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം റീവാലുവേഷൻ പ്രോഫിറ്റാണ്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടായിട്ടുള്ള വർധനവ് അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള കുറവ്, ലാബിലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, ലാബിലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറവ്, അൺറെക്കോർഡഡ് ലാബിലിറ്റി, അൺറെക്കോർഡഡ് അസറ്റ്. അപ്പം ഏതെങ്കിലും ഒരു അസറ്റിനെ പറ്റി റീവാല്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് പറയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുക്ക് വാല്യൂ തന്നെയാണ് ആ കറണ്ട് വാല്യൂ. അപ്പോൾ ഇതിൽ ബാങ്കും അതേപോലെ ക്യാഷും നമ്മൾ ഒരിക്കലും റീവാലുവേഷൻ അക്കൗണ്ടിൽ എടുക്കില്ല. കാരണം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നമുക്ക് ഒരിക്കലും തന്നെ നേരത്തെയുള്ള വാല്യൂവിനേക്കാളും കൂടുതലോ കുറവോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊരിക്കലും തന്നെ നമുക്ക് അതിലുള്ള വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് വിൽക്കാനോ കുറച്ച് വിൽക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ക്യാഷും ബാങ്കും ഒഴികെയുള്ള എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റികളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ എടുക്കുന്നത്. അപ്പം 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതി. അസറ്റിൻ്റെ വാല്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ടോ, ലയബിലിറ്റിയിൽ വർധനവുണ്ടായിട്ടുണ്ടോ, അതേപോലെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടോ, അൺറെക്കോർഡ് അസറ്റ് ഉണ്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സിൻ്റെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓൺ April 1, 2017 ഡേറ്റിനുള്ള ലാബിലിറ്റീസും അതേപോലെ അസറ്റും തന്നിട്ടുണ്ട്. ദെൻ ഇതൊരു അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. സി എന്ന് പറയുന്ന പാർട്ണർ അവർ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് ചേർക്കുകയാണ്. സി ഈസ് ടു ബ്രിങ് ₹15,000 ആസ് ക്യാപിറ്റൽ ആൻഡ് 5,000 ആസ് പ്രീമിയം ഫോർ ഗുഡ് വിൽ ഫോർ 1/6 ഷെയർ. സി എന്ന് പറയുന്ന ആൾ 15,000 രൂപ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5,000 രൂപ പ്രീമിയം ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസറ്റും അതേപോലെ ലാബിലിറ്റിയും തമ്മിലുള്ള ലാബിലിറ്റിയുമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഈ അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും വാല്യൂവിൽ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അസറ്റും ലാബിലിറ്റിയും ആയിട്ടുള്ള കാര്യങ്ങളാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 15,000 ആയിരുന്നു. ആ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ 10% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അതായത് ബുക്ക് വാല്യൂവിൽ നിന്നും 10% വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു വാല്യൂ തരും, ബാലൻസ് ഷീറ്റ് നമുക്ക് ഒരു വാല്യൂ തരും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂവും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്ന വാല്യൂവും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പാരിസൺ നടത്തേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ 15,000 തന്നിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ നമുക്ക് 10% എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ദെൻ വൈൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 10%. അതേ അവസരത്തിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്, 10% അപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്, വർധനവുണ്ടാവുന്നുണ്ട്. ദെൻ ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് 9,000. ഫർണിച്ചറിൻ്റെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്നത് 10,000 ആയിരുന്നു. അതിപ്പോൾ കറണ്ട് വാല്യൂ 9,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ ഡെപ്റ്റേഴ്സ് 12,000 ഉണ്ട്. പക്ഷേ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺഡി ഡെപ്റ്റേഴ്സ് അറ്റ് 5%. നമുക്ക് ഈ 12,000 രൂപയും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതിലൊരു പക്ഷേ എന്ത് ചെയ്യാം, 5% കുറവാണ് നമുക്ക് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു പ്രൊവിഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുകയാണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു 5% അതിൻ്റെ മുകളിൽ അസറ്റിൻ്റെ മുകളിൽ ഒരു കുറവുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം അസറ്റിൻ്റെ മുകളിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്, റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളത് കാണിക്കണം. ആൻഡ് ₹200 ഈസ് ടു ബി പ്രൊവൈഡ് ഫോർ എൻ ഇലക്ട്രിസിറ്റി ബിൽ. നേരത്തെ ഇല്ലാത്തൊരു ലാബിലിറ്റി നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് 200 രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ലാബിലിറ്റി ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനുണ്ട്. അപ്പം 200 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ടു ബി കൊടുക്കാനുള്ളതാണ് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട്. നമുക്ക് ആ കൊടുക്കാനുള്ളതെല്ലാം തന്നെ ലാബിലിറ്റിയാണ് നമുക്കറിയാം.
അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1000 നമുക്ക് പുതിയതായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുന്നില്ല, പക്ഷേ നമുക്ക് കറണ്ടിൽ ഒരു ₹1000 ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അൺറെക്കോർഡഡ് അസറ്റാണ്, നേരത്തെ ഇല്ല പക്ഷേ ഇപ്പോഴുണ്ട്. അതേ അവസരത്തിൽ ഇവിടെ ലാബിലിറ്റി നോക്കാം, ഇലക്ട്രിസിറ്റി ബില്ല് 200, നേരത്തെ അങ്ങനെ ഒരു ലാബിലിറ്റി നമുക്കില്ല, പക്ഷേ പുതിയതായിട്ട് ഒരു ലാബിലിറ്റി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ദെൻ അതേപോലെ എ ക്രെഡിറ്റർ ഓഫ് ₹100 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. നമുക്ക് 20,000 നമ്മൾ ക്രെഡിറ്റേഴ്സായിട്ട് കൊടുക്കാനുണ്ട്. ആ 20,000 കൊടുക്കാനുള്ള അതിൽ ഒരാൾ ₹100 നമ്മളോട് പറയാം അതെന്ത് ചെയ്യണ്ട, തരണ്ട, നമുക്കത് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പം ₹100 കൊടുക്കാനുള്ള ആൾ വേണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ₹100 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാം. റൈറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള ലാബിലിറ്റിയിൽ കുറവ് സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നോട്ടിൽ എഴുതിയെടുക്കുക. എന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കതും ബാലൻസ് ഷീറ്റിലുള്ള ഡെബിറ്റ് സൈഡ് അസറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് റീവാല്യൂ ചെയ്യുന്നില്ല. നേരത്തെയുള്ള വാല്യൂ ഇപ്പോഴുള്ള വാല്യൂം ഒരേ വാല്യൂ തന്നെയായിരിക്കും, നമുക്കതിൽ ഏറ്റക്കുറച്ചിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നിലവിൽ ബുക്ക് വാല്യൂവിൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് 12,000 ഉണ്ട്, പക്ഷേ ആ 12,000 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ₹12,000 കിട്ടാനുള്ളതിൽ അതിൻ്റെ 5% നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നീക്കി വെക്കുകയാണ്. അപ്പം പ്രൊവിഷൻ എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന കുറവാണ്. ഈ ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഇപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ₹12,000 നമുക്ക് ഡെപ്റ്റേഴ്സായിട്ട് കിട്ടാനുള്ളത്. ആ 12,000-ൻ്റെ 5% നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവിഷനായിട്ട് ഇവിടെ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 12,000-ൻ്റെ 5% എന്ന് പറയുന്നത് ₹600 ആണ്. ഓക്കെ, ഡെപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 15,000 ആണ്, പക്ഷേ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, 10% റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ആ എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ നമുക്ക് 10% റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ ₹15,000 അപ്പോൾ നമുക്കറിയാം 10% റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് 1,500. ഓക്കെ, അടുത്ത ഐറ്റം ഫർണിച്ചറാണ്. ഫർണിച്ചർ ബുക്ക് വാല്യൂ 10,000 ആണുള്ളത്, പക്ഷേ മാർക്കറ്റ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് 9,000. 10,000 നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിലവിൽ അതിൻ്റെ വാല്യൂ 9,000 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ₹1,000 വാല്യൂവിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ളതാണ് ബുക്ക് വാല്യൂ. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന വാല്യൂ ആണ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് വാല്യൂ എത്രയാണോ ഉള്ളത് അതും അതേപോലെ ബുക്ക് വാല്യൂ തമ്മിൽ തട്ടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ വർധനവാണോ അല്ലെങ്കിൽ ഷോർട്ടേജ് ആണോ എന്ന് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ നമുക്ക് ഫർണിച്ചറിൻ്റെ വാല്യൂ നേരത്തെ ₹10,000 ഉണ്ടായിരുന്നു. ഫർണിച്ചറിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ₹10,000 ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ നിലവിൽ അത് ₹9,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ₹1,000 ഷോർട്ടേജ് ആണ്. ദെൻ അടുത്ത ഐറ്റം ഫർണിച്ചർ കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 30,000 ആയിരുന്നു. അപ്പോൾ അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീഷിയേറ്റഡ് ബൈ 10,000. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, 10% അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാന്റ് മെഷീനറിയുടെ വാല്യൂ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് പ്ലാന്റ് മെഷീനറിയുടെ വാല്യൂ 10% വർദ്ധിക്കുകയാണ്. അപ്പം കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ₹3,000 വർധനവ് ഉണ്ടായിട്ടുണ്ട്. ദെൻ അടുത്ത ഐറ്റം നമുക്ക് നോക്കാനുള്ളത് ലാബിലിറ്റി സൈഡിൽ നമുക്ക് നോക്കാം. ലാബിലിറ്റി സൈഡിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ₹20,000 നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു ഒരാൾക്ക്, അല്ലെങ്കിൽ കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. ആ ₹20,000 കൊടുക്കാനുള്ളതിൽ ഒരാൾ പറയാം ആ ₹100 അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുക,
ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. നമുക്ക് ആ നോട്ട് ലൈക്ലി ടു ക്ലെയിം ആണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ആ പണം ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ലാബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചത്, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. ലാബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്, ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാലും ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 20,000 രൂപ കൊടുക്കാനുള്ളതിൽ 100 രൂപ ഒരാൾ വേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാണ്, അപ്പോൾ ലാഭമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൺട്രി ക്രെഡിറ്റേഴ്സ് 100 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയാണ്, ഇനിക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനി നമുക്ക് ക്യാപിറ്റൽസ് ആണുള്ളത്, നമ്മളത് ക്യാപിറ്റൽ ഇൻകവും അസറ്റും ലാബിലിറ്റിയും അല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പരിഗണിക്കുന്നില്ല. ഇനി വേറെ ഈ ബാലൻസ് ഷീറ്റ് പറയാതെയുള്ള കുറേ ഐറ്റം വേറെ ഉണ്ട്. അൺറെക്കോർഡഡ് അസറ്റും അതേപോലെ അൺറെക്കോർഡഡ് ലാബിലിറ്റീസും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഇലക്ട്രിസിറ്റി ബിൽ. അതായത് പുതിയൊരു ലാബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഇല്ലാത്ത ലാബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ ഇല്ലാത്ത പുതിയൊരു ലാബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതായത് 200 രൂപ ഇലക്ട്രിസിറ്റി ബിൽ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് നമ്മളൊരു ബില്ല് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. അൺറെക്കോർഡഡ് ലാബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിലില്ല, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പറയുന്നുണ്ട്. അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതേപോലെ ലാബിലിറ്റി പോലെ തന്നെ വേറൊരു അസറ്റും ഉണ്ട്. അതായത് 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണിക്കുന്നില്ല, ബാലൻസ് ഷീറ്റ് കാണിക്കുന്നില്ല, പക്ഷെ അതൊരു അൺറെക്കോർഡഡ് ആസെറ്റാണ്. ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിട്ടുള്ള ആസെറ്റാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് 1,000 നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയാണ്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് ചെയ്തതിന് ശേഷം ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഏത് ഭാഗത്താണോ കൂടുതൽ നോക്കാം. ഇവിടെ നമുക്ക് 4,100 ലഭിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,300 ആണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കിട്ടുന്നത് 3,300 ആണ്. പക്ഷേ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 4,100 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കൂടുതലുള്ള ഭാഗമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻകം സൈഡാണ് കൂടുതലുള്ളത്, എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലെങ്കിൽ ലോസ് സൈഡ് നമുക്ക് കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടും. എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ കിട്ടുന്നത് 4,100 നമുക്കുള്ളത്. അതിൽ നിന്നും 3,300 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ₹800 റീവാലുവേഷൻ പ്രോഫിറ്റാണ്. അപ്പോൾ ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എയും ബി ആണ്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 800 ഡിവൈഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3/5 ആണ്. അപ്പോൾ 3/5 എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോവും. അതേപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാക്കിയുള്ള 2/5 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോവും. അപ്പോൾ അത് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നത് 800 ഇൻറ്റു 3/5 എത്രയാണോ അത്. അതേപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 800 ഇൻറ്റു 2/5 പോവും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റാണ് ഈ ഒരു നിലവിലുള്ള അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് 800 റീവാലുവേഷൻ പ്രോഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചാണ്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചാണ്. അപ്പം റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയുള്ളത് നോക്കാം. ഇവിടെ 800 ഇൻറ്റു 3/5 450 രൂപ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും, അതേപോലെ 800 ഇൻറ്റു 2/5 320 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പം റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു അസറ്റിൻ്റെ വാല്യൂവിലോ ലാബിലിറ്റിയുടെ വാല്യൂവിലോ ഉണ്ടാകുന്ന വ്യത്യാസം, ഡിഫറൻസ് ആണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എടുക്കുന്നത്. അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന വർധനവ്
എത്രയാണോ വർദ്ധിച്ചത് ആ എമൗണ്ട് മാത്രം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 30,000 ആയിരുന്നു, അത് എന്ത് ചെയ്തിട്ടുണ്ട് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത വാല്യൂ മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. അതേപോലെ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ വാല്യൂ മാത്രം, മുഴുവൻ എമൗണ്ടും അല്ല, എത്രയാണോ കുറയുന്നത് ആ കുറഞ്ഞ എമൗണ്ട് മാത്രം. അതേപോലെ ലാബിലിറ്റിയിൽ കുറവുണ്ടാവുന്നത് എത്രയാണോ ആ കുറഞ്ഞ എമൗണ്ട് മാത്രം, അതേപോലെ ലാബിലിറ്റിയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എത്രയാണോ കൂടിയ എമൗണ്ട് മാത്രം. അപ്പോൾ ഇങ്ങനെ ഉള്ള വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യം മാത്രമേ നമ്മളിതിൽ കാണിക്കൂ. ഇനി ഒരു അസറ്റ്, നമുക്ക് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും പറയുന്നില്ല. അതിനർത്ഥം ആ അസറ്റിൻ്റെ വാല്യൂവിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ, അസറ്റിൻ്റെയോ ലാബിലിറ്റിയുടെയോ വാല്യൂവിൽ മാറ്റം ഉണ്ടെങ്കിൽ ആ മാറിയ എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. ഒരു അസറ്റോ ലാബിലിറ്റിയോ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് തരികയും അതിനെ സംബന്ധിച്ച് ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ല എങ്കിൽ അതിൻ്റെ വാല്യൂവിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിലും ബാലൻസ് ഷീറ്റിലും പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതുള്ളൂ. താങ്ക് യു.